എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ഒരു സ്നാക്ക് റെസിപ്പിയാണ്. വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാനായിട്ട് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു റിബൺ പക്കവടയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ എങ്ങനെയാണ് പക്കവട തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പക്കവടയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊടികളെല്ലാം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/4 കിലോ അതായത് 250 ഗ്രാം കടലമാവ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് വറുത്ത നൈസായിട്ടുള്ള തരിയില്ലാത്ത അരിപ്പൊടിയാണ്. കടലമാവിൻ്റെ പകുതി അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കടലമാവിൻ്റെ അതേ അളവിലും അരിപ്പൊടി എടുത്തിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. എരിവുള്ള സാധാ മുളക് പൊടിയാണെങ്കിൽ ഇത്രയും വേണ്ടി വരില്ല, പിന്നെ നമുക്കത് നമ്മുടെ എരിവ് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാ പൊടികളും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. ചില സ്ഥലങ്ങളിൽ ഈ ഒരു മിക്സിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കിയിട്ട് ചേർക്കാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. 200 ml ഒരു കപ്പിൽ 1 കപ്പ് പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം കുറേശ്ശെയായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പൊടിയെല്ലാം ഒന്ന് നനഞ്ഞതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മളെടുത്ത് 200 ml വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളെടുക്കുന്ന അരിപ്പൊടിയുടെ അളവും തരമൊക്കെ അനുസരിച്ചിട്ട് വെള്ളത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. പക്കവടയ്ക്കായിട്ട് സേവനാഴിയിലുള്ള ഈ ഒരു ഡിസൈനിലുള്ള അച്ചാണ് നമുക്ക് വേണ്ടത്. ഈ അച്ച് സേവനാഴിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് മാവെടുത്ത് സേവനാഴി നിറച്ച് കൊടുക്കാം. കുറച്ചധികം മാവുള്ളത് കൊണ്ട് 3-4 തവണയായിട്ട് മാത്രമേ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കഴിയൂ. ഇനി നമുക്ക് പക്കവട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് സ്റ്റൗവിൽ ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ചധികം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ നമുക്ക് പക്കവട ഫ്രൈ ചെയ്തെടുക്കാം. എന്നാലും കൂടുതൽ ദിവസം കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് എപ്പോഴും ഓയിലായിരിക്കും നല്ലത്. ഓയിൽ നന്നായി ചൂടായി കിട്ടിയാൽ ഇതിലേക്ക് നമുക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ കൂടുതൽ കറിവേപ്പില ചേർക്കുകയാണെങ്കിൽ നമ്മുടെ പക്കവടയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. നല്ല ചൂടുള്ള ഓയിലായതുകൊണ്ട് 5-6 സെക്കൻഡിനുള്ളിൽ തന്നെ കറിവേപ്പില ഫ്രൈ ആയി കിട്ടും. ഉടനെ നമുക്ക് ഇത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പക്കവട ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് നല്ല ചൂടുള്ള ഓയിലിലേക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് തന്നെ പതുക്കെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഓയിൽ നന്നായി മുങ്ങിക്കെടുക്കുന്ന വിധത്തിലായിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത്. നല്ല ചൂടുള്ള ഓയിലായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പക്കവട ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഏകദേശം ഒരു 30 സെക്കൻഡ് ആകുമ്പോഴേക്കും ഓയിലിൻ്റെ തിളയൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് പകുതിയോളം ഇത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു 30 സെക്കൻഡ് ആയാലും നമുക്ക് പതുക്കെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ പതുക്കെ ഇതൊന്ന് മറിച്ചിട്ടതിന് ശേഷം ഒരു 30 സെക്കൻഡ് കൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ പക്കവട ആവശ്യത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ടായിരിക്കും. ഫ്രൈ ആയി കിട്ടിയാൽ ഉടനെ തന്നെ ഇത് നമുക്ക് ഓയിലിൽ നിന്നും കോരി മാറ്റേണ്ടതാണ്. കൂടുതൽ സമയം ഓയിലിൽ കിടന്നാൽ എണ്ണ കുടിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഈ ഒരു മഞ്ഞ കളർ മാറിയിട്ട് ബ്രൗൺ നിറമായാൽ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ബ്രൗൺ നിറമാവുന്നതിന് മുമ്പ് തന്നെ കോരിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പക്കവടയുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. നല്ല ചൂടുള്ള ഓയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൂടുതൽ സമയം ഓയിൽ കിടന്നിട്ട് ഓയിൽ കുടിക്കാതെയും അതുപോലെ കളർ മാറി ബ്രൗൺ നിറമാവുന്നതിന് മുമ്പ് കോരിയെടുക്കാനും ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ഇനി നമുക്ക് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇതിലേക്ക് ഇട്ടിട്ട് ചൂടൊന്ന് മാറിക്കഴിയുമ്പോൾ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഇട്ട് 2-3 ആഴ്ച വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫീഡ്ബാക്ക് പറയാനും മറക്കരുതേ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.